നിങ്ങളൊന്നുമില്ല. ബോച്ച ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോച്ചേൻ്റെ ഒരു കോഴിക്കോടുള്ള ഒരു ഫ്രണ്ട് നമുക്ക് മെസ്സേജ് അയച്ചു, ഇതൊരു ഉദ്ഘാടനത്തിൻ്റെത് വരുമെന്ന് ചോദിച്ചു. ഞങ്ങൾ വന്നു, ബോച്ചേനെ കണ്ടു. കാണുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കണ്ടു. ഒരുപാട് സന്തോഷം. ഫോട്ടോ എടുത്തോ? ഫോട്ടോ ഒക്കെ എടുത്തു. ബോച്ചേൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. സന്തോഷമായോ? സന്തോഷം. വേറെന്താ പരിപാടി? വേറെ ജസ്റ്റ് ആയിട്ട് ഞങ്ങളിപ്പോൾ കൊച്ചിയിലേക്ക് പോകും. ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് കൊച്ചിയിലേക്ക് പോവാണ്. ബാക്കി പരിപാടിയൊക്കെ അവിടെ നിന്ന് ലുലുവിന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അയ്യോ ഏട്ടാ, ഇത്ര ആൾക്കാരുണ്ട്. അല്ലേ തന്നെ കമന്റ് വരുമോ? നിങ്ങളെ വീഡിയോ വൈറലായില്ലേ? അപ്പൊ അതിനുശേഷം ജനങ്ങളെ നിങ്ങൾ സ്വീകരിച്ചു. അപ്പൊ അതിന് മുന്നേ ഉള്ള അതിന് ശേഷം ഉള്ളതെന്ന് പറയാം. അതിന് മുന്നേ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ കളിയാക്കുമ്പോൾ നമ്മൾ ഡൗൺ ആവുകയാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ആരും നല്ല രീതിക്ക് കാണും, നോക്കുക, സംസാരിക്കുക, ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക. വളരെ ഹാപ്പിയാണ്. ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു. എന്താ പറയുക, ലൈഫിൽ ജീവിതം ഒന്നേ ഉള്ളൂ. അത് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക. ബോച്ചനെ കണ്ടപ്പോൾ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ കൂടെ ഒക്കെ കാണലുണ്ട്, പക്ഷെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നിങ്ങൾ വൈറലായതിനു ശേഷം ചെറിയ ചെറിയ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്തല്ലോ. ബോച്ച ഇന്ന് പറഞ്ഞേ ബോച്ചേന്റെ ഒരു അടുത്ത ഷോറൂം ഇനാഗുറേഷൻ വിളിക്കുമെന്ന്. അപ്പൊ അതിലുള്ള ഒരു സന്തോഷം തീർച്ചയായും എന്താ പറയുക, വലിയൊരു സന്തോഷം തന്നെയാണ്. അങ്ങനൊരു വാർത്തയ്ക്കുന്ന വളരെ സന്തോഷമാണ്. എന്താ പറയുക, ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം കാണാൻ വന്നതാണ്. ഇവിടെയുള്ള സ്റ്റാഫ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ പുറത്തിരിക്കുകയെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് പുറത്തിരിക്കുന്നതല്ലേ. അങ്ങനെ കണ്ടു, ബോച്ചേനെ കണ്ടു, ഒരുപാട് സന്തോഷം. കാണാൻ പറ്റി. കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഏട്ടൻ്റെ വീട്ടിലാണ് എറണാകുളം. ഒരു മഴയുണ്ടാവും. ബുദ്ധിമുട്ടാണ്. കുറേ സമയമില്ല. ആരാധകനാണോ? ബോച്ചേനാണ്.